ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം അധികം അങ്ങനെ നോമ്പോറൊന്നും ആക്കിയിട്ടില്ല, എണ്ണ കുറഞ്ഞ ഭക്ഷണമാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള. ഈ കറിയും പത്തിരിയൊക്കെയാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാനൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നല്ലോണം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ഒരു 4 പച്ചമുളകും ഒന്ന് സൈഡിൽ നിന്ന് കീറിയിട്ട് അതും കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിലുള്ള ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് കുറച്ച് കടിക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ 2 മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ എറിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കൈവച്ച് നിരട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈവച്ചൊന്ന് ആക്കി കൊടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതും കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ നല്ലോണം ഒരു ഗോൾഡനിഷ് കളറായിട്ടുണ്ട്, ഒരു കാരമലൈസ് ആയ പോലെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും കേട്ടോ നമ്മളുടെ ഉള്ളി. അപ്പോൾ ഈ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളി നമ്മളുടെ ഈ ഒരു കറിയിൽ അങ്ങനെ ഉള്ളി അധികം എടുത്ത് കാണിക്കില്ല, അതുകൊണ്ട് തന്നെ നല്ലോണം വെന്ത് കിട്ടണം. അപ്പം ഇതൊരു ബ്രൗണിഷ് കളറായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ബ്രൗൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്രൗണിഷ് കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് അല്ല എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിക്ക് ബോൺലെസ് ഉപയോഗിക്കാം കേട്ടോ. ബോൺലെസ് ആണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പം എൻ്റെ അടുത്ത് ഇതുപോലത്തെ പീസസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ആ ഒരു ഉള്ളിൽ ഒന്ന് നല്ലോണം മിക്സായി കിട്ടുന്ന നേരം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കൂടുതലിട്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മയോണൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും വിനീഗറും കൂടി എടുത്തിട്ടുണ്ട്. വിനീഗറോ ലെമൺ ജ്യൂസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി, കട്ടിയാവാനുള്ള ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ചൊന്ന് വറ്റി കിട്ടണം. അപ്പം നമ്മളുടെ മയോണൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ചിക്കനിലെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ജസ്റ്റ് ലോയിൽ വെച്ചിട്ട് വേണം ഈ മയോണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലോയിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്കിത് ഓഫാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ആ ചൂടിൽ കുറച്ച് നേരം നമുക്കൊന്ന് ആയി കിട്ടിയാൽ മതി. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മയോണൈസ് ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഏതൊരു റൊട്ടിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗാർലിക് നാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എനിക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ. മുന്നോട്ട് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.